ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പെത്തി. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്തെ കുടിശ്ശികയായിട്ടുള്ള 2 ഗഡു ക്ഷേമ പെൻഷൻ മാത്രമാണ്. അത് മാത്രമല്ല എല്ലാ മാസങ്ങളിലും ഇപ്പോൾ മുടങ്ങാതെ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ പ്രത്യേക അനുമതിയോടുകൂടി തന്നെ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം മുൻകൂറായി വിതരണം ചെയ്യുന്നതിന് വേണ്ടി, അതായത് ഇലക്ഷൻ സമയത്തിന് മുമ്പ് തന്നെ വിതരണം ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ ഇപ്പോൾ ചില നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അനുമതി ലഭ്യമായാൽ ഈ മാസം 19-ാം തീയതിക്ക് മുമ്പ് തന്നെ പെൻഷൻ വിതരണം നടക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരു വിതരണമുണ്ടായാൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അത് ആശ്വാസകരമായിരിക്കും. ക്ഷേമ പെൻഷൻ തുകയുടെ വർധനവും കൃത്യമായ വിതരണവുമാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി എല്ലാ മാസത്തിലും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടായിരുന്നു. മാത്രമല്ല, മുമ്പ് ക്ഷേമ പെൻഷൻ കൃത്യമായി കുടിശ്ശികയായി മാറിയ 5 ഗഡുക്കളിൽ 3 ഗഡു ക്ഷേമ പെൻഷനും കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ വിതരണം ചെയ്തു. മെയ് മാസത്തിലും ഒരു കുടിശ്ശിക കൂടി ചേർത്താണ് 3200 രൂപയുടെ വിതരണം സംസ്ഥാനത്ത് പൂർത്തീകരിച്ചത്. ഇനി അവശേഷിക്കുന്ന 2 ഗഡുക്കൾ ഈ മാസം തന്നെ വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ പ്രഖ്യാപനം. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് നിലവിലെ ക്ഷേമ പെൻഷൻ തുകയായ 1600 രൂപയുടെ വർധനയുടെ കാര്യവും ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നത്. 2ാം പിണറായി സർക്കാരിൻ്റെ പ്രകടന പത്രികയിലുണ്ടായിരുന്ന 1600 രൂപയുടെ പെൻഷൻ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ച് 2500 രൂപയാക്കി മാറ്റുമെന്ന് പറഞ്ഞിരുന്നു. നിലവിൽ ഈ സർക്കാരിൻ്റെ കാലാവധി കഴിയുവാൻ കേവലം മാസങ്ങൾ കൂടിയാണുള്ളത്. 4 വർഷം കഴിഞ്ഞെങ്കിലും ക്ഷേമ പെൻഷൻ തുകയിൽ വർധനവ് വന്നിട്ടില്ല. എന്നാൽ വരുന്ന മാസങ്ങളിലായി 2 പൊതു തെരഞ്ഞെടുപ്പുകളാണ് സർക്കാരിന് നേരിടേണ്ടി വരുന്നത്. ആദ്യത്തേത് ഏതാനും മാസങ്ങൾക്കകമുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളാണ്. അതിനുശേഷം വൈകാതെ തന്നെ ഈ സർക്കാരിൻ്റെ കാലാവധി പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും വേണ്ടിവരും. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ തുകയിൽ ഒരു വർധനവ് പ്രഖ്യാപനം അടുത്തു തന്നെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന മസ്റ്ററിങ്ങിന് ശേഷമായിരിക്കും പെൻഷൻ വർധനവ് ഉണ്ടാവുക. ജൂൺ മാസം 25 മുതൽ ഓഗസ്റ്റ് 24 വരെയുള്ള 2 മാസമാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് സമയം അനുവദിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഈ നടപടികൾക്ക് ശേഷം സർക്കാർ പെൻഷൻ നടപടികളിലേക്ക് കടന്നേക്കും. 150 രൂപയോ 200 രൂപയോ ഒരു വർധനവായിരിക്കും 3ാം ഘട്ടത്തിൽ ഉണ്ടാവുക. അതായത് നിലവിൽ 1600 രൂപ പെൻഷൻ എന്നത് പരമാവധി 1800 വരെ ആക്കി വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.